സാർ കലാസ്നേഹികളെ, ഞാനിനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതിനുള്ള മറുപടി ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം. ഇത് പുസ്തകം വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ താല്പര്യപ്പെടുന്നവർക്കുള്ളൊരു വീഡിയോ ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ തൃശ്ശൂർക്കാർക്ക് വളരെയധികം ഇമോഷണലി കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ റിലേറ്റബിൾ ആവുന്ന പുസ്തകങ്ങളാണ് ആലാഹയുടെ പെൺമക്കളും ഫ്രാൻസിസ് സെറ്റിഗോരൊക്കെ. അതിൻ്റെ കാരണം അതിൻ്റെ കഥാപരിസരം നമുക്ക് വളരെയധികം കേട്ടുപരിചയമുള്ള വല്ലൂരും ചീരാച്ചികുളവും കുന്നംകുളം വാർത്താറ്റമൊക്കെ ആയതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് വളരെയധികം കണക്റ്റ് ആവുന്ന ഒരു പുസ്തകമാണ് റിജോ മറിയം ജോസിൻ്റെ മഴയത്ത് എന്ന് പറയുന്നത്. കാരണം ഇതും നടക്കുന്നത് നമ്മുടെ വളരി കാഞ്ഞാണി പാവറട്ടി തുടങ്ങി നമുക്ക് സുപരിചിതമായ സ്ഥലങ്ങളിലാണ്. എഴുത്തുകാരൻ്റെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഭാവനയിലൂടെ കടന്നു പോയിട്ടുള്ള 8 മഴക്കാല കഥകളാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. ഷോർട്ട് സ്റ്റോറീസ് ആയതുകൊണ്ട് തന്നെ വായിക്കാൻ മടിയുള്ളവർക്കും ഈസി ആയിട്ട് വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണിത്. ഇപ്പോൾ നിലവിൽ ട്രെൻഡായിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള ഫേസ്ബുക്ക് എഴുത്തുകളെക്കാളും വളരെ കാമ്പുള്ള എഴുത്താണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുക. മാൻകൈൻഡ് ലിറ്ററേച്ചറാണ് ഈ പുസ്തകത്തിൻ്റെ പബ്ലിഷേഴ്സ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വായിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ലേന്ന്. നമുക്കൊക്കെ ആര് പെയ്ഡ് പ്രൊമോഷൻ തരാനാ ബ്രോ? ശരി.